പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് ഇതേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെ ഇടയിലും ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ആൻസർ എക്സ്പ്ലനേഷൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ്. ആദ്യ ക്വസ്റ്റ്യൻസ് ഇതാണ്: 4 പുരുഷന്മാരും 6 സ്ത്രീകളും ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. 3 പുരുഷന്മാരും 7 സ്ത്രീകളും ഇതേ ജോലി പൂർത്തിയാക്കാൻ 10 ദിവസമെടുക്കും എങ്കിൽ 10 സ്ത്രീകൾക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യനാണ് വർക്ക് ഓൺ ടൈമിലെ. സാധാരണയായി ഡിഗ്രി ലെവൽ എക്സാമിലാണ് ഇത് ചോദിക്കാറെങ്കിലും മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ. അതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് 4 പുരുഷന്മാർ പ്ലസ് 6 സ്ത്രീകൾ, 4 മെന്നും 6 വുമണും കൂടി 8 ദിവസം കൊണ്ട് ഒരു ജോലി എന്ന് പറയുന്നത് 8 ദിവസം കൊണ്ട് ചെയ്യുന്നു, 1/8. അതുപോലെ 3 പുരുഷന്മാരും 7 സ്ത്രീകളും ഇതേ ജോലി ചെയ്യുന്നത് 1/10 ആണ്. കാരണം 10 ദിവസം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ ചോദിച്ചാൽ 10 സ്ത്രീകൾ 10 വുമണ് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ചെയ്യുമെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഈ 4 പുരുഷന്മാരും 3 പുരുഷന്മാരുണ്ടല്ലോ അത് തമ്മിൽ സെയിം ആക്കാം. കാരണം ഇവരുടെ LCM കണ്ടാൽ മതി. ഇവർ 4ൻ്റെയും 3ൻ്റെയും LCM 12 അപ്പോൾ 12 ചെയ്യാൻ വേണ്ടി 12 കിട്ടാൻ വേണ്ടി 4നെ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കാം. 3 × 4 4 മെൻ എന്നുള്ളത് 12 മെൻ എന്നാവും. പ്ലസ് 12 മെൻ ആവുമ്പോൾ 6 × 3 ആവുമ്പോൾ 18 വുമണും. 18 വുമൺ എന്ന് പറഞ്ഞാൽ 3/8. അവരുടെ ജോലി 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3/8 ആവും. ഈ 4ൻ്റെയും 3ൻ്റെയും ലസാക്ക് 12 ആണ്. ആ 12 ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തെ വരി, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ്. ഇവിടെ നമ്മൾ ചെയ്തത് ഫസ്റ്റാണ്. ഇനി അടുത്ത സെക്കൻഡ് അറിയാം. 3നെ 4 കൊണ്ട് ഗുണിക്കുക. 4 × 3 12 മെൻ പ്ലസ് 7 വുമൺ എന്നുള്ളത് 7 × 4 അപ്പോൾ 28 വുമൺ ചെയ്യുന്നത് 1/10 എന്നുള്ളത് 4/10 എന്നാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടാമത്തെ ഇക്വേഷനായി ചെയ്യേണ്ടത് ഇത് തമ്മിൽ ഡിഫറൻസ് ആവും. ഇപ്പോൾ ഇത് നമുക്കറിയാം 12ഉം 12ഉം മൈനസ് ചെയ്താൽ അത് 0 ആകും. അപ്പോൾ മെന്നിൻ്റെ കാര്യം 0 ആയി. ഇനി വുമൺ നോക്കിയാൽ മതി. വുമണ് 28 18 പോയ 10 വുമൺ. 10 വുമൺ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ 3/8 4/10 തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 4/10 മൈനസ് 3/8 അത് ചെയ്ത് നോക്കാം. അപ്പോൾ 4 × 8 32 മൈനസ് 3 × 10 30 ഡിവൈഡ് ബൈ 10 × 8 80 സിക്കൽ ടു 32 30 പോയി 2/80. 2/80 എന്ന് പറഞ്ഞാൽ 3 1/40. അപ്പോൾ ഈ 40 ദിവസം വേണം
ഈ 10 സ്ത്രീകൾക്ക് ഈ ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 40 ദിവസമാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി നോക്കുക, ഈ വീഡിയോ ഒരു വട്ടം കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിക്കോളും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ മെന്ന് ഇവിടെ സ്ത്രീകളെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പുരുഷന്മാർ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ ലസാഗു തമ്മിൽ കണ്ടിട്ട് അതിനടിസ്ഥാനമാക്കി ചെയ്താൽ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ക്വസ്റ്റ്യനാണ്. A:B 3:4, B:C 5:3 എങ്കിൽ ABC എത്ര? സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ ചെയ്ത് നോക്കുക. ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൂ. 3:4 5 3 ഇത് ചെയ്തതിന് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 3 × 5 4 × 5 4 × 3 ചെയ്താൽ നമുക്ക് ABC കിട്ടും. ABC. അപ്പോൾ ABC ചെയ്യാൻ 3 × 5 എന്ന് പറഞ്ഞാൽ 15:4 × 5 20 അത് കഴിഞ്ഞാൽ 4 × 3 12. അപ്പോൾ ABC എന്ന് പറയുന്നത് 15:20:12 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ പകുതിയുടെ 5/6 40% 40 എങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ പകുതിയുടെ 5/6 40% 40 എങ്കിൽ സംഖ്യ ഏത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് എന്ന് പറയുന്നതിൻ്റെ എക്സിൻ്റെ 1/2 5/6 40% 40/100 = 40. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സംഖ്യ എക്സ് എന്ന് പറയുന്ന ഈ ഒരു തുകയാണ് കാണേണ്ടത്. എക്സ് എന്ന് പറയുന്നത് എത്രയാണോ അതൊന്ന് കാണുക. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. 40 × ഇവിടെ 40/100 അപ്പോൾ 100/40 ഇൻറ്റു ഇവിടെ 5/6 അപ്പോൾ 6/5 ഇൻറ്റു ഇവിടെ 2/1 അപ്പോൾ ഇവിടെ 1/2 അപ്പോൾ 2/1 ചെയ്യാം. = അതെന്താണ് തുക കിട്ടുന്നത് അത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. 40 ഇവിടെ വെട്ടിപ്പോവും. അതുപോലെ 100 × 6/5 അപ്പോൾ 5 നമുക്ക് ഇവിടെ വെട്ടാം. 5-ൽ 20 പ്രാവശ്യം. ഇനി നമുക്ക് 20 × 6 എന്ന് പറയുമ്പോൾ 5 20 100 അപ്പോൾ 6 20 120 120 × 2 = 240. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 240. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട. ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ 240. വേറെ ക്വസ്റ്റ്യനാണ്. സംഖ്യാശ്രേണിയാണ്. ഈ ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതാണ്? 8 1/3 9 9 2/3 10 1/3 11 11 2/3 അടുത്ത സംഖ്യ ഏതാണ്? സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക.
ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മിശ്രഭിന്നമാണ്. അതിന് നമ്മൾ വിഷമഭിന്നമാക്കണം. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താണ് ശ്രേണിയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അതിൻ്റെ അടുത്ത സംഖ്യ കാണാൻ പെട്ടെന്നുണ്ട്. അപ്പോൾ ഇവിടെ 8 1/3 നമ്മൾ മിശ്രഭിന്നത്തെ നമ്മൾ വിഷമഭിന്നമാക്കുമ്പോൾ 8 × 3 8 × 3 പറയുമ്പോൾ 24 24 + 1 25 25/3 അപ്പോൾ 25/3. അടുത്ത് 9 ആണ്. 9 എന്ന് പറയുമ്പോൾ നമുക്ക് 27/3 എഴുതാം. 27/3 ആണല്ലോ 9. 27/3. അടുത്തത് 9 2/3 9 3 27 27 2 29 29/3. പിന്നെ 10 × 3 30 31/3. അടുത്ത 11 എന്ന് പറയുമ്പോൾ 33/3 ആണ് 11 എന്ന് പറയുന്നത്. അടുത്തത് 33 + 2 35/3 35/3 ആണ് അടുത്ത. ഇനി അടുത്തത് നമ്മൾക്ക് ഈ ഒരു വ്യത്യാസം നമുക്ക് കണ്ടാൽ ഇവിടെ 2 വ്യത്യാസം, ഇവിടെ 2. അപ്പോൾ ഒക്കെ 2 കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് 37/3 ആണ് വരേണ്ടത്. അപ്പോൾ 37/3 സമാനമായ മിശ്രഭിന്നം ഏതാണെന്നായിരിക്കും മിശ്രഭിന്നമായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിനടിസ്ഥാനമായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം. 36/3 പറയുമ്പോൾ 12 ആണ്. അപ്പോൾ 12 1/3 ആണ് ഇതിൻ്റെ ആൻസർ. കാരണം 12 × 3 36 + 1 37 37/3. അപ്പോൾ 12 1/3 ആണ് ഇതിൻ്റെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ. റോമൻ സമ്പ്രദായ പ്രകാരം സംഖ്യാസമ്പ്രദായ പ്രകാരം CL എത്ര? CL എന്ന് പറഞ്ഞാൽ റോമൻ ലെറ്ററിൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് റാങ്ക് നിലവാരത്തിൽ എത്തിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റോമൻ ലെറ്റേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇത്രയേ ഉള്ളൂ. LCDM. ഒരു LCD മേടിച്ചു എന്നുള്ളത് ആലോചിച്ചാൽ മതി. LCD M മേടിച്ചു എന്നില്ല എന്തെങ്കിലും നിങ്ങൾ കോഡ് വെക്കുക എന്ന് പെട്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഇവ ഏതെല്ലാം വന്ന് നമ്മൾ അറിയാം. LCDM ഇത് L എന്ന് പറയുന്നത് 50 ആണ്. നമ്മുടെ 50-ന് സമാനമായ ലെറ്ററാണ് L എന്ന് പറയുന്നത്. അതുപോലെ C എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ D എന്ന് പറയുന്നത് 500, M എന്ന് പറയുന്നത് 1000. ഇതാണ് റോമൻ ലെറ്ററിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 4 സംഖ്യകൾ. LCDM. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് CL ആണ്. CL. അപ്പോൾ ഇവ തമ്മിലുള്ള തുക അപ്പോൾ 100 + 50 150-നെയാണ് CL എന്ന് പറയുന്നത്. അപ്പോൾ CL എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 150. അടുത്ത ക്വസ്റ്റ്യൻ വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യനാണ്. A = മേൽപ്പുര, B = തറ, C = ചുമര്, D = പ്ലാന്, E = ചായമടിക്കൽ. ഇവ ഒന്ന് ശരിയാക്കിയെടുക്കണം. ഒരു ശ്രേണിയിലാക്കണം ഇത് സംഭവം. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നാണ് നോക്കേണ്ടത്. ഓപ്ഷനിൽ ABCDE എന്നുണ്ടാവും, അതുപോലെ BCDE എന്നുണ്ടാവും. ആദ്യം ഏതാണ് വരുന്നത് അത് ആദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വരുന്നത് പ്ലാനാണ്. ആദ്യം നമുക്ക് വേണ്ടത് പ്ലാനാണല്ലോ. ഒരു വീട് തയ്യാറാക്കുമ്പോൾ ആദ്യം പ്ലാനാണ് വേണ്ടത്. അപ്പോൾ D ആണ് ഫസ്റ്റ് ലെറ്റർ വരേണ്ടത്. അടുത്തത് വരുന്നത് തറയാണ്. അപ്പോൾ B ആണ് അടുത്ത് വരേണ്ടത്, തറ. പിന്നെ വരുന്നത് C ആണ്, ചുമരാണ് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് അപ്പോൾ ചുമര്.
അപ്പോൾ വരുന്നത് ചുമരാണ് സി. അടുത്തത് വന്ന് മേൽപ്പുര, എ വേണം. അതിന് ശേഷമാണ് നമുക്ക് ചായ മടിക്കൽ വേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, DBC AE. അടുത്ത ക്വസ്റ്റ്യന്, ഒരു പുസ്തകത്തിൻ്റെ വില 180 രൂപ ആയാൽ 33.1/3 കിഴിവുണ്ടെങ്കിൽ ബുക്കിൻ്റെ വില എന്ത്? ഒരു പുസ്തകത്തിൻ്റെ വില 150 രൂപയാണ്, അതിന് 33.1/3 കിഴിവുണ്ടെങ്കിൽ ബുക്കിൻ്റെ വില എത്ര? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ 33.1/3 എന്ന് പറയുന്നതിന് പകരം 33.1/3 സമാനമായ സംഖ്യ എന്ന് പറയുന്നത് 1/3 ആണ്. അതുപോലെ 66 2/3 എന്ന് പറഞ്ഞാൽ അത് 2/3 സമാനമാണ്. അതുപോലെ 25% എന്ന് പറഞ്ഞാൽ അത് 1/4 ആണ്. അതുപോലെ 50% എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. അതുപോലെ 12% എന്ന് പറഞ്ഞാൽ അത് 1/8 ആണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ ഇങ്ങനത്തെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായി ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 180 രൂപയുടെ 1/3 കിഴിവ്. അപ്പോൾ 150 18നെ 3 ഭാഗമാക്കിയാൽ അത് കുറച്ചാൽ മതി. അപ്പോൾ നമ്മളൊന്ന് 0 ആക്കി 18നെ 3 ഭാഗമാക്കുക. 18നെ 3 ഭാഗമാക്കിയാൽ നമുക്ക് കിട്ടുന്നത് 6, 12, 18. അപ്പോൾ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ 60 രൂപ. അപ്പോൾ 180ൻ്റെ 1/3 ആണ് 60 രൂപ. ആ 60 രൂപ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 180 - 60 = 120. അപ്പോൾ 120 രൂപയാണ് ഇവിടുത്തെ ആൻസർ. ഇപ്പോൾ 33.1/3 എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1/3 എന്ന് നിങ്ങളുടെ മൈൻഡിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ കറുപ്പിക്കാനുള്ള ഉത്തരം നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, ക്യൂ ആണ്. ഒരു ക്യൂവിൽ തോമസ് മുന്നിൽ നിന്നും 24-മതും പിന്നിൽ നിന്ന് 31-മതുമാണ് എങ്കിൽ ആ ക്യൂവിൽ എത്ര പേർ ഉണ്ടായിരുന്നു? ക്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരാളാണെങ്കിൽ, ഇപ്പോൾ തോമസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെയാണ് നമ്മൾ 2 പ്രാവശ്യം സൂചിപ്പിക്കുന്നു എങ്കിൽ ഇവിടെ ക്യൂവിൽ ഒരു ക്യൂ ആണ്, അതിൽ തോമസ് ഇവിടെ നിൽക്കുന്നത്, മുന്നിൽ നിന്ന് പറയുന്നത് 24-മതാണ്, പിന്നിൽ നിന്ന് പറയുന്നത് 31-മതുമാണ്. അപ്പോൾ ഈ രണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ തോമസ് എന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ 2 വട്ടം ഒരാളെ കാണിക്കുമ്പോൾ, അപ്പോൾ 2 വട്ടം കാണിക്കേണ്ട, 1 വട്ടം കാണിച്ചാൽ മതി. അപ്പോൾ ആ 1 വട്ടം 2 വട്ടം എന്നുള്ളത് ഇപ്പോൾ 24 + 31 എന്ന് പറയുന്നത് 55 ആണല്ലോ. ഈ 55 എന്ന് പറയുന്നത് തോമസ് 2 പ്രാവശ്യം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തോമസിനെ 1 പ്രാവശ്യം കാണിച്ചാൽ മതി, അപ്പോൾ കുറക്കുമ്പോൾ 54. അപ്പോൾ നമ്മുടെ ആൻസർ 54 ആണ്. അഥവാ ഇനി 2 പേരൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ മൊത്തം കൂട്ടേണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്തത്, ഒരു സംഖ്യയുടെ 4.5%-ൻ്റെ 2.5% 0.45 ആയാൽ സംഖ്യ എത്ര? നമ്മൾ നേരത്തെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബേസ് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതാണ്, ഒരു സംഖ്യ എക്സ് ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ 4.5% 4.5% 4.5 ഇവിടെ വേണ്ടത്
ഇൻറ്റു 2.5% ഇസിക്കൽ ടു 0.45 ആണ്. അപ്പോൾ ആ സംഖ്യ എത്ര ചോദിച്ചിട്ടുള്ളത്? ഈ സംഖ്യ ഈ എക്സ് എന്ന് പറഞ്ഞ സംഖ്യ എക്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എക്സ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? എക്സ് എത്ര ചോദിച്ചു? അപ്പോൾ എക്സ് നമ്മൾ റിവേഴ്സ് ചെയ്യും. ഇവിടെ ഈ 0 പോയിൻ്റെല്ലാം ഒഴിവാക്കാം. അപ്പോൾ 45 ഇൻറ്റു 100/25 2.5 നമ്മൾ പോയിൻ്റ് ഒഴിവാക്കി 25 ഇൻറ്റു 100/45 ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ 100 25 4 പ്രാവശ്യം, അതുപോലെ 45 ഈ 45ഉം ഈ 45ഉം നമുക്ക് ഒഴിവാക്കാം. ഇവിടെ വെട്ടിപ്പോവും. ഈ 45 ഈ 45 വെട്ടിപ്പോവും. അപ്പോൾ 100 × 4 100 × 4 എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 100 × 4 എന്ന് പറയുമ്പോൾ അത് ആൻസർ 400. അപ്പം 400 ഇവിടുത്തെ ആൻസർ. എക്സ് എന്ന് പറയുന്നത് 400. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കോളനിയിലെ 60 വീടുകളിൽ 40 എണ്ണം എ പത്രം വാങ്ങുന്നു. അതുപോലെ 30 വീടുകളിൽ ബി പത്രം വാങ്ങുന്നു. ഇവരിൽ 20 വീടുകളിൽ ഈ 2 പത്രങ്ങളും വാങ്ങുന്നുവെങ്കിൽ ഈ 2 പത്രങ്ങളും വാങ്ങാത്ത വീടുകൾ എത്ര? ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഒരു കോളനി ഉണ്ട്. കോളനി ജസ്റ്റ് ഒരു പിക്ചറായിട്ട് വരക്കാം. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഇതാണ് ടോട്ടൽ ഒരു കോളനി. ഈ ടോട്ടൽ കോളനിയിൽ 60 വീടുകളുണ്ട്. മൊത്തം 60 വീടുകളാണ് ഇതിലുള്ളത്. അതിൽ 40 എണ്ണം 40 വീടുകളിൽ എ പത്രം വാങ്ങുന്നുണ്ട്. അതുപോലെ 30 വീടുകളിൽ ബി പത്രങ്ങൾ വാങ്ങും. 30 വീടുകളിൽ ബി പത്രം വാങ്ങുന്നുണ്ട്. ഇവരിൽ 20 വീടുകളിൽ ഈ 2 പത്രങ്ങൾ. അപ്പോൾ ഈ 2 പത്രങ്ങളും വാങ്ങുന്നത് ഈ 20 വീടുകളിലാണ്. ഇവിടെയാണ് ഈ 2 പത്രങ്ങൾ. എ ബി എന്ന് പറയുന്ന പത്രങ്ങൾ 2 വീട്ടിലും വാങ്ങുന്നുണ്ട്. എങ്കിൽ ഈ 2 പത്രങ്ങൾ വാങ്ങാത്ത വീടുകൾ എത്ര? അത് കാണാൻ എത്രയേ ഉള്ളൂ. ഈ എ എന്ന് പറയുന്ന പോർഷന് ഇവിടെ എ ബി ഈ 20 ആളുകളും കൂടിയതാണ് ഈ എ എന്ന് പറയുന്ന പോർഷൻ. അതുപോലെ ഈ 30 ആളുകളിൽ ഈ 20 ആളുകളും ഇൻക്ലൂഡ് ചെയ്യുന്നു. കാരണം ഈ എ ബി എന്ന പത്രം ഈ 20 ആളുകൾ എന്ന് പറയുന്നത് 2 പത്രങ്ങളും വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ 2 പത്രങ്ങളും ഈ എ എന്ന പത്രം മാത്രം വാങ്ങുന്ന ആളുകളും അതുപോലെ ബി എന്ന പത്രം മാത്രം വാങ്ങുന്ന ആളുകളും കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്ന പത്രം മാത്രം വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 40 - 20 അതെന്ന് പറഞ്ഞാൽ 20 ആളുകളാണ് ഈ എ പത്രം മാത്രം വാങ്ങുന്നതാണ്. അതുപോലെ ബി പത്രം മാത്രം വാങ്ങുന്ന ആളുകൾ 30 - 20 10 ഈ ബി പത്രം മാത്രം വാങ്ങുന്നത്. അതുപോലെ ഈ 2 പത്രങ്ങളും വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 20 ഈ 2 പത്രങ്ങൾ വാങ്ങുന്നത്. അത് ടോട്ടൽ ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ 50 ആളുകളാണ് ഈ പത്രങ്ങൾ വാങ്ങുന്ന ആ കോളനിയിൽ പത്രങ്ങൾ വാങ്ങുന്ന ആളുകൾ 50 ആളുകളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആളുകൾ കണ്ടുപിടിച്ചാൽ മതി. അതാണ് 50. 10 ആളുകൾ മാത്രമാണ് ആ കോളനിയിൽ 2 പത്രങ്ങളും വാങ്ങാത്ത ആളുകൾ. അപ്പോൾ നമ്മൾ ആൻസർ 10 ആണ്. 10 ആളുകളാണ് ഈ 2 പത്രങ്ങളും വാങ്ങാത്തത്. അടുത്തത് 2 + 3 36, 5 + 4 400, 6 + 2 144 ആണെങ്കിൽ 5 + 5 എത്ര? സിമ്പിളായിട്ടാണ്, ഒന്ന് ചെയ്ത് നോക്കുക.
സംഖ്യകൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിച്ചാൽ നമുക്കിത് ആൻസർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ബന്ധം ഇതാണ്. 2 + 3 36. അപ്പോൾ നമ്മൾ ഇത് ചെയ്താൽ മതി. 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയറും 3ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ഇൻറ്റു 3 സ്ക്വയർ 9. അതാണ് 36 എന്ന് പറയുന്നത്. 2 സ്ക്വയർ 4 സ്ക്വയർ 3 സ്ക്വയർ 36. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16. അത് 400 വരുന്നത്. അതുപോലെ 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അത് 144 വരുന്നത്. അങ്ങനെ 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 2ഉം 5 ആയതുകൊണ്ട് 25 ഇൻറ്റു 25. അപ്പോൾ നമുക്ക് 25ൻ്റെ സ്ക്വയർ എണ്ണുമ്പോൾ അത് 625. അതിന് ആൻസർ കിട്ടും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം 7 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. പിന്നീട് 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. എന്നാൽ അയാൾ ഇപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാപ്പ് ന്യൂസ് എന്ന് ജസ്റ്റ് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഒരാൾ 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. ഇത് 3 കിലോമീറ്റർ അയാൾ തെക്കോട്ട് സഞ്ചരിച്ചു. 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. തെക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വടക്ക്. അപ്പോൾ 7 കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ച് തന്നെ അയാൾ വന്ന് അയാൾ വീണ്ടും 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 3 + 4 കിലോമീറ്റർ. ഇവിടെ 4 km ആണ് അയാൾ സഞ്ചരിച്ചത്. ഇവിടെ നിന്നാണ് അയാൾ തുടങ്ങിയത്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് അയാൾ തുടങ്ങിയത്. ഇവിടെ 3 കിലോമീറ്റർ താഴേക്ക് വന്നപ്പോൾ അത് 7 കിലോമീറ്റർ മേലേക്ക് വന്നാൽ 7 കിലോമീറ്റർ. മൊത്തം ഇവിടെ 4 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. പിന്നീട് 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് 3 കിലോമീറ്റർ. ഇവിടെ 3 കിലോമീറ്റർ സഞ്ചരിച്ച അയാൾ. എന്നാൽ അയാളിപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പം നമുക്ക് കാണേണ്ടത് ഈ ഒരു ദൂരമാണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു ദൂരം എത്രയാണെന്ന് കാണാം. ഇതൊരു നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു മട്ടത്രികോണമാണ്. ഇതൊരു മട്ടത്രികോണമായിട്ടാണ് വരുന്നത്. മട്ടത്രികോണത്തിൻ്റെ കാണാനുള്ള പൈതഗോറസ് സിദ്ധാന്തമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ ഏറ്റവും കൂടുതലുള്ള സംഖ്യ ഏതാണ്? ഇവിടെ 4 കിലോമീറ്ററാണ്. 3നെക്കാട്ടിലും കൂടുതൽ 4 കിലോമീറ്ററാണ്. ഇവിടെ 4 കിലോമീറ്റർ എന്നുള്ളത് 4 × 2 8 കിലോമീറ്ററായി. മൈനസ് നമ്മുടെ ബാക്കിയുള്ള കിലോമീറ്റർ 3 കിലോമീറ്ററാണ്. 8ന്ന് 3 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 കിലോമീറ്റർ. 5 കിലോമീറ്ററാണ് അയാൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും അയാൾ ലാസ്റ്റ് അവസാനിപ്പിച്ച സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ 5 കിലോമീറ്ററാണ്. നിങ്ങളിത് പൈതഗോറസ് സിദ്ധാന്തം, കർണ്ണ സ്ക്വയർ, പാൻ സ്ക്വയർ, അലംബ സ്ക്വയർ ആ രീതിയിലുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. അപ്പോഴും ആൻസർ കറക്റ്റ് ഈ 5 കിലോമീറ്റർ തന്നെ കിട്ടുക. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കിട്ടുന്നില്ലേ എന്ന്. അടുത്തത് 42 മീറ്റർ താഴ്ചയുള്ള ഒരു കിണറ്റിൽ അകപ്പെട്ട ഒരു തവള 1 മിനിറ്റിൽ 4 മീറ്റർ കയറുമ്പോൾ 3 മീറ്റർ ഇറങ്ങുന്നുവെങ്കിൽ തവള എത്രാമത്തെ മിനിറ്റിൽ കിണറ്റിൻ്റെ മുകളിലെത്തും? വ്യത്യസ്തമായ രസകരമായ ഒരു ക്വസ്റ്റ്യനാണ്. അധികം ആളുകൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനത്തിലിട്ടത്. 42 മീറ്റർ താഴ്ചയുള്ള ഒരു കിണറ്റിൽ അകപ്പെട്ട ഒരു തവള 1 മിനിറ്റിൽ 7 മീറ്റർ കയറുമ്പോൾ 3 മീറ്റർ ഇറങ്ങുന്നുവെങ്കിൽ
തവള എത്രാമത്തെ മിനിറ്റിൽ കിണറ്റിൻ്റെ മുകളിലെത്തും? അപ്പോൾ ഒരു മിനിറ്റിൽ തവള എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റിൽ തവള കയറുന്ന കിണറ്റിൽ നിന്നും മുകളിലേക്ക് കയറുന്ന ഇത് എത്ര ചോദിച്ചാൽ 7 മിനിറ്റിൽ 7 മീറ്റർ കയറുമ്പോൾ 3 മീറ്റർ തിരിച്ചിറങ്ങുന്നുണ്ട് അയാൾ. തവള തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റിൽ കയറുന്നത് 4 മീറ്റർ മാത്രമേ കയറുന്നുള്ളൂ. 42 മീറ്റർ ആഴമുള്ള കിണറ്റിൽ ഒരു മിനിറ്റിൽ കയറുന്ന മീറ്റർ എന്ന് പറയുന്നത് 4 മീറ്ററാണ് കയറുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ 9 മീറ്റർ കയറുന്നത് 4 × 9 ആണ്. അത് 36 ആണ്. 36 മിനിറ്റ് 36 9 മിനിറ്റാണ്. 36 മീറ്ററാണ് 9 മിനിറ്റിൽ ചെയ്യുന്നത്. ഈ 9 മിനിറ്റിൽ 36 മിനിറ്റ് ചെയ്ത ശേഷം തവള ഒരു ചാട്ടം കൂടി മേലേക്ക് ചാടുമ്പോൾ അത് 7 മീറ്റർ മുകളിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ അത് കിണറ്റിൻ്റെ മുകളിലെത്തി. ഇവിടെ ചോദിച്ചിട്ടുള്ള കിണറ്റിൻ്റെ മുകളിൽ എപ്പോഴെത്തും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 36 + 7 അത് പറയുമ്പോൾ 43 43 മീറ്ററാണ് മുകളിലേക്ക്. 36 മീറ്റർ നമ്മൾ 9 മിനിറ്റ് കൊണ്ട് കയറിയെങ്കിൽ 10ാമത്തെ മിനിറ്റിൽ ആ തവള കയറുന്നത് മുകളിലേക്കാണ്, 7 മീറ്ററാണ്. പിന്നെ താഴെ ഇറങ്ങുന്നില്ല. കാരണം കിണറ്റിൻ്റെ മുകളിൽ 10ാമത്തെ മിനിറ്റിലെത്തുന്നു. നമ്മളിവിടെ സാധാരണ സംഭവിക്കാറ് എന്താ വെച്ചാൽ 40, 30, 42 വരെ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 4 മിനിറ്റ് 42 വരെ എടുത്താൽ 10-11 മിനിറ്റ് ഏകദേശം നമുക്ക് ആൻസർ കിട്ടുക. പക്ഷേ 11 മിനിറ്റ് നമുക്ക് കിട്ടില്ല. കാരണം 9 മിനിറ്റ് മാത്രമേ ആ തവള 4 മീറ്റർ രീതിയിൽ കയറുന്നുള്ളൂ. അതിനുശേഷം 7 മീറ്റർ രീതിയിലാണ് ചാടുന്നത്. അപ്പോൾ 7 മീറ്റർ ചാടിയാൽ ആ കിണറ്റിൻ്റെ 42 മീറ്റർ താഴ്ചയുള്ള കിണറ്റിൽ അതിൻ്റെ മുകളിൽ 43 മീറ്റർ മുകളിലേക്ക് ചാടുന്നത്. അപ്പോൾ 42 മീറ്റർ താഴ്ചയുള്ള കിണറ്റിൽ ഈ രീതിയിൽ കയറുമ്പോൾ നമുക്ക് വരുന്നത് ആകെ 10 മിനിറ്റ് മാത്രമേ അതിൻ്റെ സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. അടുത്തത് 3 വർഷം ഇടവിട്ട് ജനിച്ച 5 കുട്ടികളുടെ തുക 50 ആണ് എങ്കിൽ അതിൽ ഇളയ കുട്ടിയുടെ വയസ്സ് എത്ര? രണ്ട് രീതി ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യാം, വേറൊന്ന് എക്സച്ച് ചെയ്യാം. എക്സച്ച് ചെയ്യുന്നത് കുറച്ച് ഈസി ആയിട്ടാണ്. ഓപ്ഷൻ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടും കുറച്ച് എക്സച്ച് ചെയ്യുന്നത് ചില ഇക്വേഷൻസ് എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യുന്നത് 3 വർഷം ഇടവിട്ട് ജനിച്ച കുട്ടികളുടെ തുക. നമുക്ക് എക്സ് എന്ന് ഫസ്റ്റ് കുട്ടി എടുക്കാം. പ്ലസ് 3x 3 വർഷം പ്ലസ് 6x പ്ലസ് 9x പ്ലസ് 12x 5 കുട്ടികളായി. അവിടെ തുക എന്ന് പറയുന്നത് 50 ആണ്. 1 2 3 4 5 5 കുട്ടികളുടെ തുക 50 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സ് മാത്രം മാറ്റിയെടുക്കാം. എക്സ് 1 2 3 4 5 5x പ്ലസ് 3 9 18 30 50. 5x എന്ന് പറയുന്നത് 50 മൈനസ് ഇവിടെ പ്ലസ് 30 എന്നുള്ളത് -30 ആവും. = 20. അപ്പോൾ 5x എന്ന് പറയുന്നത് 20 ആയാൽ എക്സ് എന്ന് പറയുന്നത് 20 / 5 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ x = 4 ആയാൽ ഫസ്റ്റ് കുട്ടിയുടെ ഇളയ കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത്
4 വയസ്സാണ് ഇളയ കുട്ടിക്ക്. അതിനുശേഷം 4 + 3 7, 7 + ആ രീതിയിൽ ഇങ്ങനെ കൂടി വരുന്ന ഇതാണ് അവരുടെ തുകയാണ് 50. അപ്പോൾ ഇളയ കുട്ടിയുടെ വയസ്സ് ചോദിച്ചു. ഇളയ കുട്ടിയുടെ വയസ്സ് 40. ഇളയ കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 4 അപ്പോൾ വലിയ കുട്ടിയുടെ വയസ്സ് ചോദിച്ചുള്ളത് നമ്മൾ 12 × 4 ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അടുത്തത് ഒരു കച്ചവടക്കാരൻ ഒരു ഷർട്ട് 360 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 20% ലാഭം കിട്ടാൻ അയാൾ ആ ഷർട്ട് എത്ര രൂപയ്ക്ക് വിൽക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കച്ചവടക്കാരൻ ഒരു ഷർട്ട് 360 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 20% ലാഭം കിട്ടാൻ അയാൾ ആ ഷർട്ട് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 360 രൂപ എന്ന് പറയുന്നത് അയാൾ വിറ്റ വിലയാണ്. വിറ്റ വില എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട് 10% നഷ്ടമാണ്. നഷ്ടത്തിലാണ് വിറ്റുള്ളത്. അപ്പോൾ ഈ 360 രൂപ എന്ന് പറയുന്നത് 90%. 10% 100% ഒരു വസ്തു 10% നഷ്ടത്തിൽ വിറ്റപ്പോൾ അതിൻ്റെ 90% ആ റേറ്റ്. അപ്പോൾ ഇവിടെ 90% തന്നു കഴിഞ്ഞാൽ നമുക്ക് 1% കാണാൻ 360 / 90. അപ്പോൾ നമുക്ക് 1% കിട്ടി. അതിനുശേഷം നമുക്ക് പറഞ്ഞ 20% ലാഭം കിട്ടാൻ അയാൾ ആ ഷർട്ട് എത്ര രൂപ കൊടുക്കണം? അപ്പോൾ 20% ലാഭം കിട്ടാൻ ഒരു വസ്തുവിൻ്റെ വില എന്ന് പറഞ്ഞാൽ 100%. അത് നമ്മൾ 10% നഷ്ടത്തിൽ വിൽക്കുമ്പോൾ അതിൻ്റെ ആ 90%-നാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ 20% ലാഭത്തിൽ വെക്കണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ 120%-ലാണ് വെക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ 120 എന്ന് കൊടുത്താൽ മതി. നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ആൻസറാണ് വേണ്ടത്. അപ്പോൾ 360-ൽ 36-ൽ 9 എത്ര നോക്കിയാൽ മതി. 9 4 പ്രാവശ്യമാണ് 36-ൽ. അപ്പോൾ 40 × 120 4 × 120 ഇവിടെ 90 0 വെട്ടിപ്പോവും. 36-ൽ 9 4 4 × 120 ആണ് വരിക. 4 × 120 480 രൂപയ്ക്ക് വിറ്റെങ്കിൽ അയാൾക്ക് 20% ലാഭം കിട്ടുമായിരുന്നുള്ളൂ. ഇനി അഥവാ ചോദിച്ചിട്ടുള്ളത് 360 രൂപയ്ക്ക് വിറ്റ് 10% നഷ്ടമുണ്ടായി. എന്നാൽ അയാളുടെ ആ വാങ്ങിയ വില എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 120 എന്നുള്ള സ്ഥാനത്ത് ഇവിടെ 120 എന്നുള്ള സ്ഥാനത്ത് നമ്മൾ 100 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ 100% ആയി. അപ്പോൾ അയാളുടെ മുതലെന്ന് പറഞ്ഞത് 100%. അടുത്തത് 30-ൻ്റെ 75% മൈനസ് 25-ൻ്റെ 50% എത്ര? നമുക്ക് കാണാം 30-ൻ്റെ 75%. 30 × 75 / 100 മൈനസ് 25 × 50 / 100. ഇത് നമ്മൾ വ്യത്യാസം കണ്ടാൽ മതി. 30 × 75 / 100 നമുക്ക് ആൻസർ കിട്ടുന്നത് 30-ൻ്റെ 75% 22.5. നമ്മളിങ്ങനെ ചെയ്താൽ മതി. 30-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 15 പകുതി എടുക്കുക. അപ്പോൾ 50% അപ്പോൾ 30 / 4 ആക്കിയാൽ അത് 15-ൻ്റെ പകുതി 7.5. അപ്പോൾ 15 + 7.5 കൂട്ടിയാൽ നമുക്ക് 22.5 അതിന് 25-ൻ്റെ പകുതി എന്നാൽ അത് 12.5 അപ്പോൾ 12.5 അതിൻ്റെ പകുതി ശതമാനം എന്ന് പറഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ ഇതേപോലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 22.5-ന് 12.5 പോയാൽ നമുക്ക് 10 എന്ന് ആൻസർ കിട്ടും. 10 ഇവിടുത്തെ ആൻസർ. 10. അടുത്ത ക്വസ്റ്റ്യന് ഒരു ക്ലാസ്സിലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 10% ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ എത്ര? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇട്ടത് എന്ന് വെച്ചാൽ
ഇതിങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനും LD അല്ലെങ്കിൽ PSC നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, 10% ആൺകുട്ടികളാണ് എങ്കിൽ പെൺകുട്ടികൾ എത്ര? ഒന്നുമില്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണം കാണുക, എന്നിട്ട് അത് കുറക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ഡയറക്റ്റ് കാണുക, അതും ചെയ്യാം. 40-ലെ 90% എത്ര നോക്കിയാൽ മതി. അതുപോലെ 40-ന്റെ 10%. നമുക്ക് ഈസി എന്ന് പറയുന്നത് 40-ന്റെ 10% നോക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 0 കളഞ്ഞാൽ മതി. 4% 40-ന്റെ 10% എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ഈ 4 ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 40 - 4 അത് 36 ആണ്. 36 പെൺകുട്ടികളാണ് ആ ഒരു ക്ലാസ്സിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടാപ്പ് തുറന്നാൽ 8 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും, എന്നാൽ മറ്റൊരു ടാപ്പ് തുറന്നാൽ 10 മണിക്കൂർ കൊണ്ട് ജലം മുഴുവൻ ഒഴുകിപ്പോവും. എങ്കിൽ രണ്ടും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? ചെയ്തു നോക്കുക. ഇവിടെ ഒരു ടാപ്പ് നമുക്ക് A എന്ന് പറയാം, മറ്റൊരു ടാപ്പ് B എന്നും പറയാം. A എന്ന് പറഞ്ഞ ടാപ്പ് 8 മണിക്കൂർ കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്. B എന്ന ടാപ്പ് 10 മണിക്കൂർ കൊണ്ട് അത് ഒഴുകി പോകുന്നു. അത് ടാപ്പ് തുറന്നാൽ 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് കാലിയാവും. ഇത് തമ്മിൽ ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുന്നത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ LCM കാണും. ഈ 8-ന്റെയും 10-ന്റെയും LCM എന്ന് പറഞ്ഞാൽ അത് 80 ആണ്. ഇനി നമുക്ക് അവരുടെ എഫിഷ്യൻസി നോക്കാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 8-ൽ 80/8 അത് 10 ആണ്. അതുപോലെ 80/10 അത് 8. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഇവിടെ മൈനസാണ്. ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസാണ്. കാരണം ഒരു ടാങ്കിൽ നിറയുന്ന പൈപ്പാണ് A എന്ന് പറയുന്ന പൈപ്പ്. അതുപോലെ അത് ചോർന്ന് പോകുന്നത് ഇല്ലാതായി പോകുന്നതാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വ്യത്യാസം, ഇപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ചെയ്യുന്ന എഫിഷ്യൻസി എന്നാൽ 2 ആണ്. 2 എഫിഷ്യൻസിയാണ് ഈ 2 പൈപ്പുകളും തുറന്നാൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് ഈ 2 പൈപ്പുകളും തുറന്നാൽ ഈ ടാങ്ക് നിറയുമെന്ന് കാണാൻ വേണ്ടി LCM 80, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 80 ആണ്. 80/2. അപ്പോൾ 40 മണിക്കൂർ കൊണ്ടാണ് ഈ 2 ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ഈ ടാങ്ക് നിറയുന്നത്. ഈ 40 മണിക്കൂർ കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യന്, ഒരു കന്നുകാലി ചന്തയിൽ കന്നുകാലികളും വിൽപ്പനക്കാരായി എത്തിയവരുമുണ്ട്. ചന്തയിൽ ആകെ 128 തലകളും 420 കാലുകളും ഒരാൾ എണ്ണി തിട്ടപ്പെടുത്തി. എങ്കിൽ അവിടെ എത്ര കന്നുകാലികൾ, എത്ര മനുഷ്യർ? ഇവിടെ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ ഇതാണ്: L/2 - H. ഇക്വേഷൻ്റെ L എന്ന് പറയുന്നത് കാലുകളാണ്, ലെഗ്. H എന്ന് പറയുന്നത് തല,
അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കന്നുകാലികളുടെ എണ്ണം കിട്ടും. ഈ ഒരു ഇക്വേഷൻ ചെയ്ത് നമുക്ക് കന്നുകാലിയുടെ എണ്ണം കിട്ടും. പിന്നെ മനുഷ്യർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, തലകളുണ്ടല്ലോ അവിടെ. അപ്പോൾ 420 ഡിവൈഡ് ബൈ 2 മൈനസ് 128. അത് ചെയ്യുമ്പോൾ 420ൻ്റെ പകുതി 210. 210 മൈനസ് 128. 210 മൈനസ് 128 എന്ന് പറയുമ്പോൾ 82. 82 കന്നുകാലികളാണുള്ളത്. മനുഷ്യർ എത്രയെന്ന് ചോദിച്ചാൽ 128 തലകളാണല്ലോ. 128 മൈനസ് 82, 46 മനുഷ്യർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 82 കന്നുകാലികളും 46 മനുഷ്യരുമാണ് ടോട്ടലായിട്ട് ആ ചന്തയിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ L/2 ഡിവൈഡ് ബൈ H. L എന്ന് പറയുന്നത് കാലുകളുടെ എണ്ണം ഡിവൈഡ് ബൈ 2 മൈനസ് ഹെഡ്, എത്ര തലകളുണ്ട് അത് ഡിവൈഡ് ചെയ്ത് മൈനസ് ചെയ്താൽ നമുക്ക് നാൽക്കാലികളുടെ എണ്ണം കിട്ടും. അപ്പോൾ നാൽക്കാലികളുടെ എണ്ണം നമുക്ക് ടോട്ടൽ തലയിൽ നിന്ന് കുറച്ചാൽ നമുക്ക് മനുഷ്യരുടെ എണ്ണം കിട്ടും. അടുത്തത് ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക 900 ആയാൽ ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഇപ്പോൾ ഒറ്റസംഖ്യയുടെ തുക കാണാൻ n സ്ക്വയറാണ് ഒറ്റസംഖ്യയുടെ തുക. n എന്ന് പറയുന്നത് ഇവിടെ 30 സ്ക്വയർ 900. 3ൻ്റെ സ്ക്വയർ 9, ഇവിടെ ഒരു 0 ഉണ്ട്, അപ്പോൾ 2 0 ഇടാം. അപ്പോൾ ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ആണ് ഇരട്ടസംഖ്യയുടെ തുക. n എന്ന് പറയുന്നത് 30 ഇൻറ്റു 30 പ്ലസ് 1 31. അതാണ് ഇരട്ടസംഖ്യയുടെ തുക. ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9, 930 ആണ് ഇവിടെ ആൻസർ. 30 ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറഞ്ഞത് 940. ഇപ്പോൾ ഇനി 10 വരെയുള്ള ഒറ്റസംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരിക്കലും 10 എന്ന് എടുക്കരുത്. 10 വരെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഒറ്റസംഖ്യകൾ 5 എണ്ണേ വരുള്ളൂ. അപ്പോൾ 5ൻ്റെ സ്ക്വയറാണ് വരിക, അപ്പോൾ 25. അപ്പോൾ ഇതാണ് എല്ലാവർക്കും തെറ്റിപ്പോകൽ. കാരണം 10 വരെയുള്ള അല്ലെങ്കിൽ 50 വരെയുള്ള അല്ലെങ്കിൽ 100 വരെയുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ആദ്യത്തെ 30 ഒറ്റസംഖ്യ എടുത്തു 30 എണ്ണാണ്. അവിടെ തരുന്നത് അങ്ങനെയല്ല. 100 വരെയുള്ള ഒറ്റസംഖ്യയുടെ തുക, 100 വരെയുള്ള ഒറ്റസംഖ്യയുടെ തുക, ഒറ്റസംഖ്യകൾ 25 വരും, 50 എണ്ണ വരൂ. 100 വരെ എന്ന് പറയുമ്പോൾ അത് 50 എണ്ണമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ 50 സ്ക്വയറാണ് വരിക. അതുപോലെ 25 വരെ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് മൊത്തം 25 എണ്ണല്ല, അത് അവിടെ അതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ. അതുപോലെ 200 എന്ന് പറഞ്ഞാൽ 200ൻ്റെ സ്ക്വയർ എടുക്കരുത്, 100ൻ്റെ സ്ക്വയർ എടുക്കുക. അതുപോലെ തന്നെ ഇരട്ടസംഖ്യകളും അതുപോലെ തന്നെ 100 വരെയുള്ളതെന്ന് പറഞ്ഞാൽ 50 എണ്ണ വരുന്നു. 50 പ്ലസ് 51 50 ഇൻറ്റു 51 വരുമ്പോൾ അതാണ് ഇരട്ടസംഖ്യയുടെ തുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ 30 ഇൻറ്റു 31, അത് 930 ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.